നിരവധി പ്രസംഗങ്ങളിലും പ്രതിഷേധ യോഗങ്ങളിലും ഇതേ ആവശ്യം ഉന്നയിച്ചതാണ്. സമരം നിർത്തിവെക്കണം, പദ്ധതി നിർത്തിവെക്കണം, നിർത്തിവെച്ച് ചർച്ച ചെയ്യണം. തീർന്നു. നിരവധി തവണ പറയുകയും നിരവധി തവണ പ്രസ്താവന നടത്തുകയും ചെയ്ത കാര്യം ഒരു തവണയെങ്കിലും എടുത്ത് കാണിക്കാൻ നിങ്ങൾ വെല്ലുവിളിക്കാൻ, രാഷ്ട്രീയം അവസാനിപ്പിക്കാം. ഈ ഇതിൽ പറയാണ്, മേലിൽ ഇത് ആവർത്തിക്കരുത്. നിങ്ങൾ അതിന്റെ ഒരു ക്ലിപ്പിംഗ് നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ചാനലിലൂടെ വിടാൻ പറ്റൂ. പ്രതിപക്ഷം ഇത് നിർത്തിവെക്കണം എന്ന് പറഞ്ഞ ഒരു ക്ലിപ്പിംഗ് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയൂ? ഈ തുറമുഖത്തിനെതിരായി തുറമുഖം നിർത്തിവെക്കണമെന്ന് പറഞ്ഞിട്ടൊരു വാചകം എവിടെയെങ്കിലും പറഞ്ഞിട്ടൊന്ന് കാണിച്ചാൽ ഞാൻ ഇതെല്ലാം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. കോവളം MLA വിൻസെന്റിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഒരേ ഒരു കോൺഗ്രസിന്റെ MLA ആണ് വിൻസെന്റ് മാധ്യമപ്രവർത്തകരെ കണ്ട സമയത്താണ് ഈ വെല്ലുവിളി പറഞ്ഞത്. 2 വർഷം മുന്നെയാണ് വിഴിഞ്ഞം സമരം നടന്നത്. വിഴിഞ്ഞം തുറമുഖത്തിനെതിരായിട്ട്, തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിനെതിരായിട്ട് അവിടുത്തെ പള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം. അത് വിൻസെന്റ് സമരത്തിനൊപ്പമായിരുന്നു. വിൻസെന്റ് മാത്രമല്ല, UDFും സമരത്തിനൊപ്പമായിരുന്നു. പ്രതിപക്ഷ VD സെക്ഷൻ സമരപ്പന്തലിൽ പോയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവർ അടിയന്തര പ്രമേയം കൊണ്ടുവന്നതും പിന്നെ ആ സമരത്തിനിടയിൽ വിഴിഞ്ഞത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതുമെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ UDFുകാർ ഈ നിർമ്മാണം നിർത്തിവെക്കാൻ സമരം ചെയ്തതല്ലേ എന്നൊരു ചോദ്യം മാധ്യമപ്രവർത്തകൻ ചോദിച്ച പാടെ ചാടിക്കേറിയ വിൻസെന്റ് പറഞ്ഞത്, അങ്ങനത്തെ ഒരു വീഡിയോ ഏതെങ്കിലും UDFിൻ്റെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞൊരു വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. UDFുകാർ അതിനെക്കുറിച്ച് മിണ്ടിയിട്ടേ ഇല്ല എന്നാണ് വിൻസെന്റിൻ്റെ ആരോപണം. മാധ്യമപ്രവർത്തകർ വ്യാജ വാർത്തയാണ് പറയുന്നത്, വ്യാജമായ കാര്യമാണ്, കോൺഗ്രസ്സുകാർ ആരും അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചത്. പക്ഷേ ഇച്ചിരി പുറമോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ആ സമയത്ത് കോൺഗ്രസിൻ്റെ MPയും മുൻപ് തിരുവനന്തപുരത്തുള്ള MLAമായിരുന്ന K മുരളീധരൻ ഈ വിഷയത്തിൽ പരസ്യമായ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. മുഖ്യമന്ത്രി യോഗം വിളിക്കുക, അതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ പാടില്ല. കാരണം പദ്ധതി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ നാട്ടുകാർ തടയും. അതുകൊണ്ട് പാർട്ടി സ്റ്റാൻഡ്, ഞാൻ ഇന്നലെ KPC പ്രസിഡന്റുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഇത് പറയുന്നത്. പാർട്ടി സ്റ്റാൻഡ് ഇതിൽ തീരുമാനം ഉണ്ടാകുന്നത് വരെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. ഇപ്പം നിർത്തിവെക്കണം. അപ്പോൾ ഇതിനൊപ്പം ചേർത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. വിൻസെന്റ് എന്നാ രാജിവെക്കാൻ പോകുന്നത്? പെട്ടെന്ന് രാജിവെച്ച് കഴിഞ്ഞാൽ നിലമ്പൂരിലൊപ്പം തന്നെ കോവളത്തെ ബൈ-ഇലക്ഷൻ നമുക്ക് പെട്ടെന്ന് നടത്താം. എന്നാലും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് രാജിവെച്ച് കഴിഞ്ഞാൽ നിലമ്പൂരിലെ ബൈ-ഇലക്ഷനൊപ്പം തന്നെ കോവളത്തെ ബൈ-ഇലക്ഷൻ നമുക്ക് നടത്തിച്ചെടുക്കാം. എന്തായാലും അദ്ദേഹം അങ്ങനെയാണ് വെല്ലുവിളിച്ചത്. വീഡിയോ ഉണ്ടെങ്കിൽ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന്. എന്തായാലും അതിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല. വിഴിഞ്ഞത്തിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 2016 ഇടതുപക്ഷ സർക്കാർ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ നിർമ്മാണം കഴിയത്തില്ലായിരുന്നു. അത് സത്യമായ കാര്യമാണ്. കാരണം തിരുവനന്തപുരത്തുള്ള എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാവുന്ന കാര്യമാണ് 2022 അവസാനം നടന്ന വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരം. വേറെ ഏതെങ്കിലും മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ, നമ്മുടെ കല്ലിട്ടോണ്ട് നടക്കുന്ന മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വെച്ച് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ചായിരുന്നെങ്കിൽ ഉറപ്പിച്ച് പറയാം, ഇപ്പോൾ പോലും ആ തുറമുഖത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകത്തില്ലായിരുന്നു. അന്ന് സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് നിർമ്മാണം നിർത്തിവെക്കാൻ പറ്റത്തില്ല എന്ന് മുഖ്യമന്ത്രി പരസ്യമായി എടുത്ത നിലപാട്, ആ നിലപാടിൻ്റെ പുറത്താണ് ആ തുറമുഖത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. അല്ലായിരുന്നെങ്കിൽ എഴുതി തരാം, നിർമ്മാണം ഇപ്പോഴും പൂർത്തിയാകത്തില്ലായിരുന്നു. അത്രമാത്രം ശക്തമായ സമരമായിരുന്നു. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്ന രീതി വരെ എത്തി. ഒരു നന്ദിഗ്രാം സിംഗൂർ ലെവലിലോട്ട് എത്തിക്കാനുള്ള ശ്രമം ശക്തമായി നടന്നു. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ടാണ്. മുഖ്യമന്ത്രി മുന്നിൽ നിന്ന് തന്നെ നയിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായി. മെയ് 2-ാം തീയതി കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ്. കേരളത്തിൻ്റെ വികസനത്തിന് സുപ്രധാനമായ ഒരു പങ്കായിരിക്കും വിഴിഞ്ഞ തുറമുഖത്തിന് വഹിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമാണ് കേരളത്തിന്. അതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി ഇപ്പോൾ കോൺഗ്രസ് രംഗത്തിറങ്ങിയിട്ടുണ്ട്. കല്ലിട്ടത് ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ് അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ കല്ലിട്ട മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയെങ്കിൽ ആ പരിപാടി ഇപ്പോൾ പൂർത്തിയാകാനേ പോകുന്നില്ല. അത്രമാത്രമായിരുന്നു ആ സമരത്തിൻ്റെ രൂക്ഷത. അവിടെയും വിജയിച്ചത് ഇടതുപക്ഷം ഭരണത്തിൽ ഇരുന്നുകൊണ്ട് മാത്രമാണ്. നമ്മുടെ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇടതുപക്ഷം ഭരണത്തിൽ തന്നെ ഇരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഉദാഹരണം വിഴിഞ്ഞമാണ്. ആ തുറമുഖത്തിൻ്റെ നിർമ്മാണം
UDF ആയിരുന്നെങ്കിൽ പൂർത്തിയാകത്തില്ലായിരുന്നു. അത് അച്ചട്ടാണ്, ഉറപ്പാണ്. ആ സമയത്താണ് ഇതുപോലെ കോവളത്തിൻ്റെ MLA വിൻസെൻ്റ് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിയിക്കുന്നു. ഇപ്പോൾ തെളിവ് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രാജി എന്നും അദ്ദേഹം പുറത്തു പറയും, എന്ന് രാജിവെക്കും എന്ന കാര്യത്തിന് മാത്രമേ ഇപ്പോൾ സംശയമുള്ളൂ.